ഹായ് ഫ്രണ്ട്സ്, ഉച്ചയൂണിൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന പാൽക്കൊഞ്ചാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച്, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് കൊഞ്ചിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഏകദേശം 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്ക് മൂടിയൊക്കെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഏകദേശം 1 സ്പൂൺ അളവിലൂടെ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആ എണ്ണയിലൊക്കെ കിടന്നിങ്ങനെ മൊരിഞ്ഞ് വരണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് അളവിൽ ഗരം മസാല ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തീയൊക്കെ സിമ്മിലിട്ടിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തേക്കണം. നന്നായിട്ടൊന്ന് ഇളക്കണം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയുടെയും ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആവശ്യാനുസരണം അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.